എല്ലാവർക്കും PSC വോയേജറിൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏപ്രിൽ 15 മുതൽ 18 വരെ തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ഡെയിലി കറണ്ട് അഫെയർസ് എന്നൊരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വനിതകൾ മാത്രം സഞ്ചാരികളായി നടത്തിയ ആദ്യ ബഹിരാകാശ ദൗത്യം ബ്ലൂ ഒറിജിൻ്റെ NS-31. ഏതാണ് വനിതകൾ മാത്രം സഞ്ചാരികളായി നടത്തിയ ആദ്യ ബഹിരാകാശ ദൗത്യം? ബ്ലൂ ഒറിജിൻ്റെ NS-31. ഇതിൽ ആകെ 6 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രശസ്ത പോപ്പ് ഗായികയായ കാറ്റി പെറി ഉൾപ്പെടെ 6 വനിതാ യാത്രികരായിരുന്നു ഈ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയത്. ആമസോണിൻ്റെ ഒക്കെ ഫൗണ്ടറായിട്ടുള്ള ജെഫ് ബെസോസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയായ ബ്ലൂ ഒറിജിൻ ആണ് ഈ ദൗത്യത്തിൻ്റെ പിറകിൽ. ഇവരുടെ ഈ ദൗത്യം 11 മിനിറ്റ് ആയിരുന്നു ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 11 മിനിറ്റ് ദൈർഘ്യമുള്ള പറക്കലിൽ NS-31ൻ്റെ ക്രൂ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബഹിരാകാശ അതിർത്തിയായ കാർമൻ രേഖ മറികടന്നു. നമുക്കറിയാം ബഹിരാകാശ അതിർത്തി എന്ന് പറയുന്നതാണ് ഏത്? കാർമൻ രേഖ. അപ്പോൾ 11 മിനിറ്റ് ദൈർഘ്യമുള്ള പറക്കലിൽ NS-31ൻ്റെ ക്രൂ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബഹിരാകാശ അതിർത്തിയായ കാർമൻ രേഖ മറികടന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വനിതകൾ മാത്രം സഞ്ചാരികളായി നടത്തിയ ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ഏത്? ബ്ലൂ ഒറിജിൻ്റെ NS-31. ഇതിൽ 6 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രശസ്തയായ പോപ്പ് ഗായിക കാറ്റി പെറി ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതുപോലെ 11 മിനിറ്റാണ് ഇവരുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ആ ദൗത്യത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 11 മിനിറ്റ് ആയിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 വർഷത്തെ ജേതാക്കൾ മോഹൻ ബഗാൻ. ISL 2024-25 വിന്നേഴ്സാണ് ആര്? മോഹൻ ബഗാൻ. ബംഗളൂരു FCയെ ആണ് ഇവർ പരാജയപ്പെടുത്തിയത്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 വർഷത്തെ ജേതാക്കൾ ആരാണ്? മോഹൻ ബഗാൻ. അടുത്ത ചോദ്യം. ചൈന അന്റാർട്ടിക്കയിൽ അനാച്ഛാദനം ചെയ്ത റേഡിയോ ദൂരദർശിനി. 3 ഗോർജസ് അന്റാർട്ടിക്കൈ. എന്താണ് 3 ഗോർജസ് അന്റാർട്ടിക്കൈ എന്ന് പറഞ്ഞാൽ ചൈന അന്റാർട്ടിക്കയിൽ അനാച്ഛാദനം ചെയ്ത റേഡിയോ ദൂരദർശിനിയാണ് ഏത്? 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. ബിസിനസ്മാൻ ജോസ് ആലൂക്കാസിൻ്റെ ആത്മകഥ ഗോൾഡ്. ഗോൾഡ് എന്ന ആത്മകഥ ആരുടേതാണ്? ജോസ് ആലൂക്കാസിൻ്റെ ആത്മകഥയാണ് എന്ത്? ഗോൾഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് പിണറായി വിജയൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ തവണ, അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത്. 1ാം സ്ഥാനത്ത് ആരാണ്? EK നായനാരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ആരാണ്? EK നായനാരാണ്. എത്ര ദിവസങ്ങളാണ് EK നായനാർ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്? 4009 ദിവസങ്ങളാണ് EK നായനാർ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. 3246 ദിവസങ്ങൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന K കരുണാകരൻ്റെ നേട്ടമാണ് ശ്രീ പിണറായി വിജയൻ മറികടന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിട്ടിരുന്നത് ആരാണ്? EK നായനാരും 2ാമത് ഈ സ്ഥാനത്തേക്ക് വന്നത് പിണറായി വിജയനുമാണ്. K കരുണാകരൻ്റെ നേട്ടമാണ് ശ്രീ പിണറായി വിജയൻ മറികടന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആപ്പ് ഫിഗേഴ്സ് എന്ന അനലിറ്റിക്സ് കമ്പനി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ ChatGPT. അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷനാണ് ഏത്? ChatGPT. 2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റി.
2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. സഹകരണ കരാർ സ്ഥാപനം എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് 2023 നാഷണൽ ഹൈവേ എക്സലൻസ് അവാർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിച്ചത്. അതായത് ഒരു സഹകരണ കരാർ സ്ഥാപനം എന്ന നിലയിലെ മികച്ച പ്രകടനത്തിനാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ അവാർഡ് 2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായതാര്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഈ നിയമ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ് നിയമ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2025 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ ബാറ്റർ ശ്രേയസ് അയ്യർ. 2025 ഏപ്രിലിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ ബാറ്ററാണ് ആര്? ശ്രേയസ് അയ്യർ. അടുത്തൊരു നിയമനമാണ്. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാൻ പോകുന്ന വ്യക്തി ജസ്റ്റിസ് BR ഗവായ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അതായത് 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന മെയ് 13 സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കും. അതിനെ തുടർന്നാണ് ജസ്റ്റിസ് BR ഗവായ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാകാൻ പോകുന്നത്. അപ്പോൾ മെയ് 13 സുപ്രീം കോടതിയിൽ നിന്നും വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്റെ പിൻഗാമിയായി ജസ്റ്റിസ് BR ഗവായിയുടെ പേര് സർക്കാരിന് നിർദ്ദേശിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ PSCയിൽ സ്ഥിരമായിട്ട് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ദളിത് വിഭാഗക്കാരനാകും ആര്? ജസ്റ്റിസ് ഗവായി. നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ദളിത് വിഭാഗക്കാരനാണ് ആര്? ജസ്റ്റിസ് ഗവായി. അപ്പോൾ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന വ്യക്തി ആരാണ്? ജസ്റ്റിസ് BR ഗവായി. അടുത്ത ചോദ്യം, 2023 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്? കാതൽ ദി കോർ. ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുള്ള കാതൽ ദി കോർ എന്ന ചിത്രമാണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? പൃഥ്വിരാജിനെയാണ്. അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് മികച്ച നടൻ എന്നുള്ള ഒരു കാറ്റഗറിയിലെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. മികച്ച നടി എന്ന കാറ്റഗറിയിൽ 2 പേരെയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ്? ഉർവശിയെയും ബീന R ചന്ദ്രനെയുമാണ് മികച്ച നടിമാരായി തെരഞ്ഞെടുത്തത്. ഉർവശിയെ സംബന്ധിച്ചിടത്തോളം ഇത് 6ാമത്തെ തവണയാണ് ഇങ്ങനൊരു സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത്. ഇത്തവണ ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചത്. അതുപോലെ ബീന R ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു. അപ്പോൾ 2023 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ എന്ന ചിത്രത്തിനും മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും മികച്ച നടിമാരായി സെലക്ട് ചെയ്തത് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ബീന R ചന്ദ്രനുമാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് എന്ത്? JC ഡാനിയൽ പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത അംഗീകാരമായ JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര്? ഷാജി N കരുൺ. ഷാജി N കരുണാണ് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ നഗരം? ന്യൂയോർക്ക്. എന്താണ് ചോദ്യം? ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ നഗരം? ന്യൂയോർക്ക്. എന്നാണ് അംബേദ്കറിന്റെ ജന്മദിനം? ഏപ്രിൽ 14 അല്ലേ? ഏപ്രിൽ 14 ഇനി മുതൽ ഒരു അമേരിക്കൻ നഗരവും അംബേദ്കർ ദിനമായിട്ട് ആചരിക്കുന്നു. അത് ഏത് നഗരമാണ്? ന്യൂയോർക്കാണ് ഇനി മുതൽ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായിട്ട് ആചരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ് ആണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ന്യൂയോർക്ക് സിറ്റി മേയർ ആയിട്ടുള്ള എറിക് ആഡംസ് ആണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. അപ്പം BR അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ നഗരമാണ് ഏത്? ന്യൂയോർക്ക്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ചുപാലം? ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ് ഏത്? ചെനാബ് പാലം. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ് ഏത്? അഞ്ചിക്കട്ട് പാലം. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ് ഏത്? അഞ്ചിക്കട്ട് പാലം. ഈ അഞ്ചിക്കട്ട് പാലം എന്ന് പറയുന്നത് ഒരൊറ്റ തൂണിന്റെ ശക്തിയിൽ 96 കേബിളുകളിൽ നിൽക്കുന്ന നിർമ്മിതിയാണ് ഏത്? ഈ കേബിൾ റെയിൽ പാലം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ് ഏത്? അഞ്ചിക്കട്ട് പാലം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ട്രെയിൻ ATM മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്. എന്താണ് നമ്മുടെ ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ട്രെയിൻ ATM മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്. അപ്പോൾ മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ATM സ്ഥാപിച്ചത്. ATM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണം പിൻവലിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ട്രെയിൻ യാത്രകളിൽ പോലും ഇനി നമുക്ക് ആളുകൾക്ക് പണം പിൻവലിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്സിൽ ട്രെയിൻ ATM സ്ഥാപിച്ചത്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ 172ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ട്രെയിൻ ATM സ്ഥാപിച്ചത്. എത്രാമത് വാർഷികമാണ്? 172ാമത് വാർഷികം ആഘോഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുംബൈ പഞ്ചവടി എക്സ്പ്രസ്സിൽ ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ATM സ്ഥാപിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ട്രെയിൻ ATM ഏതാണ്? മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് ടൂർ ചാലഞ്ചർ മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം? നീരജ് ചോപ്ര. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് ടൂർ ചാലഞ്ചർ മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രവും സംസ്കാരവും രൂപപ്പെടുത്തിയ സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് എല്ലാ വർഷവും നമ്മൾ ഏപ്രിൽ 18 എന്തായിട്ട് ആചരിക്കുന്നു? ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ യുനെസ്കോ പ്രഖ്യാപിച്ച 42 പൈതൃക സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിൽ നിലവിൽ എത്ര പൈതൃക സ്ഥലങ്ങളാണ് ഉള്ളത്? 42 പൈതൃക സ്ഥലങ്ങളാണ് ഉള്ളത്. അതിൽ 1-2 എണ്ണത്തിൻ്റെ പേരുകളൊന്ന് ഓർത്തിരിക്കാം. 41ാമത് പൈതൃക സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശാന്തി നികേതനാണ്. രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനാണ് 41ാമത് പൈതൃക സ്ഥലം. 42ാമത്തത് ഏതാണ്? കർണാടകയിലെ ഹൊയ്സാലന്മാരുടെ സേക്രഡ് എൻസെമ്പിൾസ് ആണ് 42ാമത് പൈതൃക സ്ഥലം. അപ്പോൾ ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ഇന്ത്യയിൽ ഇതുവരെ 42 പൈതൃക സ്ഥലങ്ങളാണ് യുനെസ്കോ പ്രഖ്യാപിച്ച 42 പൈതൃക സ്ഥലങ്ങളുണ്ട്. 41ാമതായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനും 42ാമതായിട്ട് പ്രഖ്യാപിച്ചത് കർണാടകയിലെ ഹൊയ്സാലന്മാരുടെ സേക്രഡ് എൻസെമ്പിൾസുമാണ്. അടുത്ത ചോദ്യം, 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് പകർത്തിയ ചിത്രമാണ്? സമർ അബു എലൂഫ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആര് പകർത്തിയ ചിത്രമായിരുന്നു? സമർ അബു എലൂഫ്. ഒരു പാലസ്തീനിയൻ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ്. സമർ അബു എലൂഫ് പകർത്തിയ ചിത്രം ഏതാണെന്ന് വെച്ചാൽ
ഗാസായിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരു കൈകളും തോളിന് തൊട്ട് താഴെ വെച്ച് അറ്റുപോയൊരു ബാലനുണ്ടായിരുന്നു, മഹ്മൂദ് അജ്ജോർ. മഹ്മൂദ് അജ്ജോർ എന്ന 9-കാരനായ പാലസ്തീൻ ബാലന്റെ ചിത്രം പകർത്തിയതിനാണ് സമർ അബു എലൂഫിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പം 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് പകർത്തിയ ചിത്രമാണ്? സമർ അബു എലൂഫ്. അദ്ദേഹം ഒരു പാലസ്തീനിയൻ ഫോട്ടോഗ്രാഫർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ ഓൺസൈറ്റ് 3D പ്രിന്റഡ് മിലിറ്ററി ബങ്കർ നിലവിൽ വരുന്നത് എവിടെ? ലേ. ലോകത്തിലെ ആദ്യത്തെ ഓൺസൈറ്റ് 3D പ്രിന്റഡ് മിലിറ്ററി ബങ്കർ നിലവിൽ വരുന്നത് എവിടെയാണ്? ലേയിലാണ്. അടുത്ത ചോദ്യം, നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവികൾ ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ്? ഉത്തർപ്രദേശിൽ നിന്നും ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം? ജപ്പാൻ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമാണ് ഏത്? ജപ്പാൻ. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 50ാമത് വാർഷികം. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന്റെ 50ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. എന്നാണ് ഈ ആര്യഭട്ട വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. അതായത് ആര്യഭട്ടയുടെ വിക്ഷേപണ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് നിർദ്ദേശിച്ചത്. ആര്യഭട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. കാരണം ഇപ്രാവശ്യം ഈ 2025 എന്ന് പറയുന്ന ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന്റെ 50ാമത് വാർഷികമാണ്. അപ്പോൾ PSCയിൽ ചിലപ്പോൾ ചോദ്യമായിട്ട് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് ആര്യഭട്ടയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ആ വീഡിയോ എന്നെല്ലാവരും കണ്ടു നോക്കുക. ലാസ്റ്റ് ചോദ്യം, 2025 ആബേൽ പ്രൈസ് ജേതാവ് ആര്? മസാക്കി കഷിവാര. 2025 ആബേൽ പ്രൈസ് ജേതാവ് ആരാണ്? മസാക്കി കഷിവാര. ഗണിത മേഖലയിലെ സംഭാവനകൾ വിലയിരുത്തി നൽകുന്ന അവാർഡാണ് ഏത്? ആബേൽ പ്രൈസ് ഗണിത മേഖലയിലെ സംഭാവനകളെ വിലയിരുത്തി നൽകുന്ന അവാർഡാണ് ഏത്? ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ആബേൽ പ്രൈസ് ജേതാവ് ആരാണ്? മസാക്കി കഷിവാര. അപ്പോൾ ഇത്രയുമാണ് ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇനി ഒന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വനിതകൾ മാത്രം സഞ്ചാരികളായി നടത്തിയ ആദ്യ ബഹിരാകാശ ദൗത്യം? ബ്ലൂ ഒറിജിന്റെ NS-31. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 വർഷത്തെ ജേതാക്കൾ? മോഹൻ ബഗാൻ. ചൈന അന്റാർട്ടിക്കയിൽ അനാച്ഛാദനം ചെയ്ത റേഡിയോ ദൂരദർശിനി? 3 ഗോർജസ് അന്റാർട്ടിക് ഐ. ബിസിനസ്മാൻ ജോസ് ആലൂക്കാസിന്റെ ആത്മകഥ? ഗോൾഡ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ആര്? പിണറായി വിജയൻ. ആപ്പ് ഫിഗേഴ്സ് എന്ന അനലിറ്റിക്സ് കമ്പനി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ? ചാറ്റ് GPT. 2023 നാഷണൽ ഹൈവേസ് എക്സലൻസ് അവാർഡ് ലഭിച്ചത്? ഊരാളുങ്കൽ സൊസൈറ്റി. 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായതാര്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 2025 ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയത്? ശ്രേയസ് അയ്യർ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്ന വ്യക്തി? ജസ്റ്റിസ് BR ഗവായ്. 2023 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്? കാതൽ ദിക്കോർ. മികച്ച നടൻ? പൃഥ്വിരാജ്. മികച്ച നടിമാർ? ഉർവശി, ബീന ആർ ചന്ദ്രൻ. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ 14
അംബേദ്കർ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച അമേരിക്കൻ നഗരം? ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലം? ചെനാബ് പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ATM ട്രെയിൻ? മുംബൈ മന്മത് പഞ്ചവടി എക്സ്പ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന വേൾഡ് ടൂർ ചലഞ്ചർ മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം? നീരജ് ചോപ്ര. ലോക പൈതൃക ദിനം എന്ന്? ഏപ്രിൽ 18. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് പകർത്തിയ ചിത്രമാണ്? സമർ അബു എലൂഫ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മിലിറ്ററി ബങ്കർ നിലവിൽ വരുന്നത് എവിടെ? ലേ. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം? ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 50. 2025 ആബേൽ പ്രൈസ് ജേതാവ് ആര്? മസാക്കി കഷിവാര. നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ പോൾ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത ശേഷം പോളിലൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്